ഞാൻ പലപ്പോഴും കേൾക്കുന്നൊരു ചോദ്യമാണ്, നമ്മുടെ കാട്ടുപോത്ത് ശരിക്കൊരു പോത്താണോ പശുവാണോ, നമ്മുടെ കാട്ടിൽ ബൈസണുണ്ടോ എന്നൊക്കെ. ഒരു പേരിൻ്റെ കാര്യത്തിൽ ഇത്രയും കൺഫ്യൂഷനുള്ളൊരു മൃഗമാണ് കാട്ടി അഥവാ കാട്ടുപോത്ത്. ഇന്നത്തെ വീഡിയോ ആ കാട്ടുപോത്തിനെ കുറിച്ച് തന്നെ ആവട്ടെ. ഹലോ ഒരുവൺ, എൻ്റെ പേര് ഡേവിഡ് രാജു. ഞാൻ നാച്ചുറലിസ്റ്റാണ്. ഇന്ന് ഞാൻ കാട്ടിലെ കഥകളും അനുഭവങ്ങളും പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് കാട്ടുപോത്തിനെ കുറിച്ചാണ്. അപ്പോൾ ആദ്യം തന്നെ കാട്ടുപോത്ത് ഒരു പോത്തല്ല. അപ്പോൾ ആ പേരിൽ നിന്ന് നമുക്ക് തുടങ്ങാം. പോത്ത് സമം ബഫല്ലോ എന്നാണല്ലോ. എന്നാൽ നമ്മുടെ കാട്ടുപോത്ത് അല്ലെങ്കിൽ കാട്ടി അല്ലെങ്കിൽ ഗോർ എന്ന് പറയുന്നത് ഒരു പോത്തല്ല. നമ്മളത് കാലാകാലങ്ങളായി മലയാളികൾ ഇങ്ങനെ വിളിച്ചു വന്നൊരു പേരാണ് കാട്ടുപോത്ത് എന്നുള്ളത്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ വേറൊരു ചെറിയൊരു ജീവിയുണ്ട്, മുള്ളംപന്നി എന്ന് പറയുന്നത്. അപ്പോൾ മുള്ളംപന്നിയുടെ പേര് മുള്ളംപന്നി, അതൊരു പന്നി അല്ല, മുള്ളുള്ള വേറൊരു ചെറിയൊരു ജീവിയാണ് എന്ന് പറഞ്ഞതുപോലെ ആ പേരിങ്ങനെ കാലാകാലങ്ങളായിട്ട് ഉപയോഗിച്ച് വന്നതേ ഉള്ളൂ. പിന്നൊരു ചോദ്യം, നമ്മുടെ കാടുകളിൽ പോത്തുണ്ടോ? അപ്പം നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലും സെൻട്രൽ ഇന്ത്യയിലും നമുക്ക് ആക്ച്വലി പോത്തുകളുണ്ട്. വൈൽഡ് വാട്ടർ ബഫലോ എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് കാസിരംഗിലും ആസാമിലെ കാസിരംഗിലും മാനസ് നാഷണൽ പാർക്കിലൊക്കെ പോത്തുകളുണ്ട്. ഞാനവിടെ പോയപ്പോൾ ഇതിനെ കണ്ടിട്ടുണ്ട്. അവിടെ വെള്ളം കയറി നിറഞ്ഞു കിടക്കുന്ന പാടങ്ങൾ പോലുള്ള സ്ഥലങ്ങളിൽ നല്ല വലുപ്പമുള്ള, കൊമ്പിനൊക്കെ വളരെ നീളവും വലുപ്പവും ഒക്കെ ഉള്ള പോത്തുകളെ ധാരാളമായിട്ട് കാണാൻ പറ്റും. അത് കാണുന്ന സമയത്ത് നമുക്ക് വേറെ കാര്യങ്ങൾ കാണാൻ പറ്റും. ചിലപ്പോൾ 500-600 മീറ്ററൊക്കെ ദൂരെയായിട്ട് ഈ കാട്ടിലെ പോത്ത്, ഈ വൈൽഡ് വാട്ടർ ബഫലോ ഉള്ള സ്ഥലത്തു നിന്ന് ദൂരെ മാറി അവിടുത്തെ ഗ്രാമപ്രദേശത്തുള്ള ആളുകൾ പോത്തുകളെ തെളിച്ചുകൊണ്ട് പോകുന്ന, ഡൊമസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള പോത്തുകളെ തെളിച്ചുകൊണ്ട് പോകുന്ന കാണാൻ പറ്റും. ചിലപ്പോൾ ഇവർ തമ്മിൽ ഇൻ്റർബ്രീഡിങ് ചെയ്യാറുണ്ട്. പക്ഷേ വൈൽഡായിട്ട് ജെനുവിനായിട്ടുള്ള ജീൻ പൂൾ ഉള്ളത് അത് ഛത്തീസ്ഗഡിലെ ഇന്ദ്രാവതിയിലും സീതാനദി ഉദന്തി എന്നൊക്കെ പറഞ്ഞ ടൈഗർ റിസർവിലൊക്കെയാണ് വൈൽഡായിട്ടുള്ള വാട്ടർ ബഫലോസ് ഉള്ളത്. പിന്നെ അടുത്ത ചോദ്യം, നമ്മുടെ ഈ കാട്ടുപോത്ത് അല്ലെങ്കിൽ ഗോർ എന്ന് പറയുന്നത് ഇതൊരു ബൈസൺ ആണോ എന്നുള്ളതാണ്. നമുക്ക് ഇപ്പം നമ്മളൊരു ഗൂഗിളിൽ അടിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആദ്യം വരുന്ന പേര് ഗോർ അല്ലെങ്കിൽ ഇന്ത്യൻ ബൈസൺ എന്നാണ്. ആക്ച്വലി ഇതൊരു ബൈസണും അല്ല. ബൈസൺ എന്ന് പറയുന്നത് നോർത്ത് അമേരിക്ക കാണുന്ന വേറെ ജീവിയാണ്. അതിൻ്റെ പുറത്ത് നല്ല ഈ ഒട്ടകത്തിൻ്റെ പുറത്തൊക്കെ ഉള്ളൊരു ഹമ്പൊക്കെ ഉണ്ട്. അതിൻ്റെ കഴുത്തിനും മുഖത്തും ഒക്കെ ഇങ്ങനെ രോമങ്ങൾ നീളത്തിൽ വീണ് കിടക്കുന്ന അത് വേറൊരു ജീവിയാണ്. അപ്പം അതൊരു ബൈസണും അല്ല. പിന്നെ നമ്മുടെ ഗോർ അല്ലെങ്കിൽ കാട്ടുപോത്ത് എന്താണ്? അപ്പോൾ കാട്ടുപോത്ത് എന്ന് പറയുന്നത് നമുക്കറിയില്ല, നമ്മുടെ കന്നുകാലികൾ പശുവിൻ്റെ അതേ ജനസിൽപ്പെടുന്ന ബോസ് എന്ന് പറഞ്ഞ ജനസിലുള്ളതാണ് ഈ നമ്മുടെ കാട്ടുപോത്തുകൾ അഥവാ കാട്ടി. അപ്പം പശുക്കളോടാണിത് അടുത്ത് നിൽക്കുന്നത്. ഞാൻ പണ്ട് മുതലേ പറഞ്ഞ് ശീലിച്ചിട്ടുള്ള പേര് കാട്ടുപോത്ത് എന്നാണ്. അപ്പം ഈ വീഡിയോയിലുടനീളം ഞാൻ കാട്ടുപോത്ത് എന്നായിരിക്കും പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്നിരുന്നാലും നമ്മുടെ കാട്ടുപോത്തിന് കാട്ടി എന്ന് പറഞ്ഞ വളരെ മനോഹരമായൊരു പേരുണ്ട്. അപ്പം നിങ്ങൾ കാട്ടിൽ പോകുമ്പോഴത്തേക്കിന് കാട്ടിന്നോ അല്ലെങ്കിൽ ഗോറെന്നോ കാട്ടുപോത്തോ എന്നൊന്നും എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് പേരിട്ട് ഇതിനെ വിളിക്കാവുന്നതാണ്. കാട്ടുപോത്തിനെ കണ്ടാൽ എങ്ങനെ തിരിച്ചറിയാമെന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. എങ്കിലും കറുത്ത നിറത്തിലാണ് ഇത് കാണപ്പെടുന്നത്. അതിൻ്റെ കാലുകൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു വെള്ള സോക്സ് ഇട്ട പോലുള്ള കാണാൻ പറ്റും. വൈറ്റ് സ്റ്റോക്കിൻസ് മാർക്കിംഗ് കാണും. പിന്നെ അതിൻ്റെ കൊമ്പുകൾ നല്ല വലിപ്പം ഉണ്ട്. ആണിനും പെണ്ണിനും കൊമ്പുകളുണ്ട്. വെളുത്ത നിറത്തിലുള്ള കൊമ്പുകളുടെ ടിപ്പിൽ നല്ല ബ്ലാക്ക് കളറ് കാണാൻ പറ്റും. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവരൊരു കൂട്ടമായിട്ടാണ് എപ്പോഴും കാണാൻ പറ്റുന്നത്. 8-10 ഉള്ള എണ്ണത്തിനെ കാണും. ചില സമയത്ത് 30, 40, 50 ഉള്ള വലിപ്പമുള്ള വലിയ ഗ്രൂപ്പുകളെ കാണാൻ പറ്റും. അപ്പോൾ ഒരു ഗ്രൂപ്പിൽ സാധാരണയായിട്ട് ഒരു വലിപ്പമുള്ള ബുള്ളുകൾ കാണും. അതിന് ബ്ലാക്ക് ബുൾസ് എന്ന് പറയും. ബ്ലാക്ക് ബുൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 വയസ്സിന് മേളിലോട്ട് പ്രായമുള്ള സാധാരണ നല്ല വലിപ്പമുള്ള ഷൈനി ബ്ലാക്ക് കോട്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ നല്ല തിളങ്ങുന്ന കറുത്ത നിറത്തിലുള്ള ദേഹം നമുക്ക് കാണാൻ പറ്റും. ദൂരം തന്നെ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ മനസ്സിലാകും ഇതൊരു ബ്ലാക്ക് ബുള്ളാണെന്നുള്ളത്. അത് തന്നെ കാണാൻ പറ്റും. പിന്നെ അതിൻ്റെ അകത്ത് ബ്രൗൺ ബുൾസ് ഉണ്ട്. ബ്രൗൺ ബുൾസ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഈ ബ്ലാക്ക് ബുള്ളിൻ്റെ അത്രയും തന്നെ വലിപ്പം വെക്കും. പക്ഷേ അതിന് ഷൈനി ബ്ലാക്ക് കോട്ട് കാണത്തില്ല, നല്ല തിളങ്ങുന്ന കറുത്ത നിറം കാണാൻ പറ്റില്ല. പിന്നുള്ളത് ഫിമെയിൽസ് ആണ്. കൗസ് എന്ന് പറയും. ഫിമെയിൽസ് കുറേ എണ്ണം കാണാൻ പറ്റും. അപ്പോൾ അതിന് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്രൗൺ ബുൾസിനും ബ്ലാക്ക് ബുൾസിനും വേറെ പ്രത്യേകത ഉണ്ട്. അതിന് ഡ്യുലാപ്പ് എന്ന് പറയുന്ന സംഭവമുണ്ട്. അതിന് കഴുത്തിന് താഴെയായിട്ട് നീളത്തിൽ കിടക്കുന്ന ഒരു സ്കിൻ ഫോൾഡ് ഉണ്ട്. അതിന് ഡ്യുലാപ്പ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ബ്രൗൺ ബുൾസിനും ബ്ലാക്ക് ബുൾസിനും നല്ല മസിൽ നല്ലതായിട്ടുണ്ട്. പുറത്തൊക്കെ നല്ല മസിൽ കാണും. സൈഡിൽ നിന്നൊക്കെ നോക്കി കഴിഞ്ഞാൽ നല്ല മസിൽ കാണാൻ പറ്റും. പക്ഷേ ഇതൊന്നും ഫിമെയിൽസിനില്ല. ഫിമെയിൽസ് ഇത്ര ഷൈനി ബ്ലാക്ക് കാണില്ല, ഡ്യുലാപ്പ് പ്രോമിനൻ്റ് ആയിട്ട് കാണത്തില്ല. ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഡിഫറൻസ്. പിന്നെ ഈ ഗ്രൂപ്പിൻ്റെ അകത്ത് തന്നെ കുഞ്ഞുങ്ങളെ കാണാൻ പറ്റും. 1 വർഷം പ്രായമുള്ള ഇതിന് ഇയർലിങ്സ് എന്നൊക്കെ പറയാറുണ്ട്. പിന്നെ 5 വയസ്സ് പ്രായമാകുന്ന 5 മാസം വരെ ആകുന്ന കുഞ്ഞുങ്ങൾക്ക് സാധാരണ കറുത്ത നിറത്തിൽ അത് ബ്രൗൺ കളറിലായിരിക്കും ഇരിക്കണം. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, 2 മാസം മുമ്പ് ഞങ്ങൾ സത്പുര നാഷണൽ പാർക്കിൽ പോയപ്പോഴത്തേക്കിന് അവിടെ 2
ബ്രൗൺ കളറുള്ള കുഞ്ഞുങ്ങൾ, എനിക്കൊന്ന് 3-4 മാസം പ്രായമുള്ള കുഞ്ഞുങ്ങൾ തമ്മിൽ ഇടിവെക്കുന്ന, അവർ തമ്മിൽ നല്ല ഫൈറ്റ് ആകുന്ന പ്ലേ ഫൈറ്റ് കാണാൻ പറ്റി. അപ്പോൾ ഞാൻ എൻ്റെ ക്യാമറയിൽ ഇങ്ങനെ സ്ലോ മോഷൻ കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റി. അപ്പോൾ ഒരു ഗോറിൻ്റെ ഹേർഡ് അല്ലെങ്കിൽ കാട്ടുപോത്തിൻ്റെ ഹേർഡ് എന്ന് പറയുന്ന ഈ ഗ്രൂപ്പുകളെല്ലാം കൂടെ ഇത്രയും ഈ അഡൽട്ട് ബുൾസും ബ്രൗൺ ബുൾസും ഫിമെയിൽസും കാഫ്സും ഇയർലിങ്സും എല്ലാം കൂടെ കൂടിച്ചേർന്നതാണ് അതിൻ്റെ ഒരു ഗ്രൂപ്പ്. ഇടയ്ക്കിടയ്ക്ക് പത്രങ്ങളിൽ വാർത്തകൾ വരാറുണ്ട് നമ്മുടെ കാടുകളിൽ വെള്ള കാട്ടുപോത്തിനെ കണ്ടെത്തിയെന്ന്. പ്രത്യേകിച്ച് ഇത് കാണപ്പെടുന്നത് ചിന്നാർ വൈൽഡ് ലൈഫ് സാഞ്ചുറി എന്നൊക്കെയാണ് ഇങ്ങനെയുള്ള ഫോട്ടോകളൊക്കെ വരാറുള്ളത്. പക്ഷേ ഇതൊരു വേറെ ഒരു ജീവിയല്ല, വേറെ കാട്ടുപോത്തിൽ നിന്ന് വ്യത്യസ്തമായ ജീവികളൊന്നുമല്ല. ഇതിൻ്റെ ശരീരത്തിലെ പിഗ്മെൻറ്റേഷൻ്റെ അളവ് കുറയുമ്പോഴത്തേക്കിന് സാധാരണ വെളുത്ത നിറത്തിൽ കാണാറുണ്ട്. ഇത് ഞാൻ കുറേ പ്രാവശ്യം മധ്യപ്രദേശിലെ സത്പുര ടൈഗർ റിസർവിൽ നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ട്. അത് ആക്ച്വലി ഇന്ന് ലൂസിസ് എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ലൂക്കസ്റ്റിക് ആനിമൽ എന്നാണ് സാധാരണ പറയാറുണ്ട്. അതുപോലെ തന്നെ ഇതിനെ എങ്ങനെ തിരിച്ചറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കണ്ണ് സാധാരണ കാട്ടുപോത്തിൻ്റെ കണ്ണ് തന്നെ ആയിരിക്കും. അതേസമയം ചില വെള്ള കാട്ടുപോത്തുകളുടെ കണ്ണ് ചുവപ്പ് നിറമുണ്ടെങ്കിൽ അത് ആൽബിനിസമാണ്, അല്ലെ ആൽബിനോ കാട്ടുപോത്തുകളാണ്. കാട്ടുപോത്തുകളുടെ ഭക്ഷണ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു ബ്രൗസേഴ്സുമാണ് ഗ്രേസേഴ്സുമാണ്. ഗ്രേസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കറിയാമല്ലോ, നമ്മുടെ സ്പോട്ടഡ് ഡിയർ, നമ്മുടെ പുള്ളിമാനൊക്കെ നിലത്തു നിന്നൊക്കെ പുല്ല് കഴിച്ചാണ് ജീവിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ തന്നെ അത് അല്ല പശുക്കൾ പുല്ല് തിന്ന് ജീവിക്കുന്ന പോലെ അതൊക്കെ ഗ്രേസിങ് ആനിമൽസാണ്. അത് കാട്ടുപോത്ത് ഒരു ഗ്രേസിങ് ആനിമലാണ്. അതുപോലെ തന്നെ ഈ കാട്ടുപോത്തുകൾ നമ്മുടെ നിത്യഹരിത വനങ്ങളിലുണ്ട്. ആ നിത്യഹരിത വനങ്ങളിൽ ഇവർ മരങ്ങളിലെ ഇലകളൊക്കെ കടിച്ചു പറിച്ച് തിന്നാറുണ്ട് മുകളിൽ നിന്ന്. അപ്പോൾ അങ്ങനെയുള്ള മൃഗങ്ങളെയാണ് ബ്രൗസിങ് ആനിമൽ എന്ന് പറയുന്നത്, ബ്രൗസേഴ്സ്. അപ്പോൾ കാട്ടുപോത്തൊരു ഗ്രേസിങ് ആനിമലുമാണ്, ബ്രൗസിങ് ആനിമലുമാണ്. അപ്പോൾ ഇവർ ഭക്ഷണം കഴിച്ച് നടക്കുന്നത് കാണാനും ഭയങ്കര രസമാണ്. കാട്ടിലൊക്കെ പോകുന്ന സമയത്ത് കൂട്ടമായിട്ട് പോകും. അപ്പം കൂട്ടമായിട്ട് പോകുന്നതിനിടയ്ക്ക് നമുക്കൊരു ഗ്രൂപ്പിൻ്റെ ലീഡറിനെ ആരാന്നൊന്നും കണ്ടാൽ മനസ്സിലാകത്തില്ല. അതേസമയം ചിലപ്പോൾ ഇവർ കൂട്ടമായിട്ട് ഒരു കാട്ടിൻ്റെ ഒരു സ്ഥലത്തുനിന്ന് വേറെ സ്ഥലത്തോട്ട് നീങ്ങാറുണ്ട്. അപ്പോൾ അങ്ങനെ നീങ്ങുന്ന സമയത്താണ് സാധാരണ ഇതൊരു ഫിമെയിലായിരിക്കും, ഒരു ഫിമെയിൽ പെൺ കാട്ടുപോത്തായിരിക്കും ഇത് ലീഡ് ചെയ്യുന്നത്. ആ പെൺ കാട്ടുപോത്ത് ആദ്യമേ നടന്നു പോകും, അതിൻ്റെ പുറകെ ആയിരിക്കും ബാക്കിയുള്ള ഗ്രൂപ്പിലെ അംഗങ്ങളെല്ലാം ഒരുമിച്ച് നടന്നു പോകുന്നത്. ഇവർ പുല്ലൊക്കെ തിന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇവർ തല ഉയർത്തിയിട്ട് ഒരു സ്ഥലത്തോട്ട് കുറേ നേരം ഇങ്ങനെ നോക്കി നിൽക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരെണ്ണം നോക്കി നിൽക്കുന്ന സമയത്ത് ബാക്കിയുള്ള കാട്ടുപോത്തുകളെല്ലാം കൂടെ ഒരുമിച്ച് തല ഉയർത്തി ഒരു സ്ഥലത്തോട്ട് തന്നെ സൂക്ഷിച്ച് നോക്കി നിൽക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ നോക്കി നിൽക്കുന്നതിന് കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ബിഗ് ക്യാറ്റ്സിൻ്റെ പ്രസൻസ് ആയിരിക്കും. സാധാരണ കടുവയോ പുലിയുടെ ഒക്കെ പ്രസൻസ് അടുത്തുണ്ടെങ്കിൽ ഇവരിങ്ങനെ നോക്കി നിൽക്കാറുണ്ട്. അപ്പോൾ അത് കഴിയുമ്പോൾ ഇവർ വളരെ ലൗഡായിട്ടുള്ളൊരു സൗണ്ടോ ഉണ്ടാക്കിയിട്ട് ചിലപ്പോൾ ഓടിപ്പോകാറൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ വൈൽഡ് ഡോഗ് ധോളിൻ്റെ കൂട്ടങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഇവരിങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ നിങ്ങൾ അടുത്ത പ്രാവശ്യം കാട്ടിലൊക്കെ പോകുന്ന സമയത്ത് കാട്ടുപോത്തുകളൊക്കെ ഏതൊരു സ്ഥലത്തോട്ട് ഇങ്ങനെ തുടർച്ചയായിട്ട് നോക്കി നിൽക്കുന്നതാണെങ്കിൽ ശ്രദ്ധിച്ചോണം, ഒരുപക്ഷെ അവിടെ നിങ്ങൾക്കൊരു കടുവയോ പുലിയോ ഒക്കെ കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ രസകരമായിട്ടൊരു കാര്യം നമ്മൾ കണ്ടിട്ടുള്ളത്, ഈ കാട്ടുപോത്തുകൾ മണ്ണ് തിന്നാറുണ്ട്. മണ്ണ് തിന്നുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേയേറെ ഗ്രേസിങ് ആനിമൽസും ബ്രൗസിങ് ആനിമൽ, പ്രത്യേകിച്ച് കാട്ടുപോത്തുകൾ, നമ്മുടെ നാട്ടിലുള്ള മ്ലാവുകൾ, പുള്ളിമാൻ, കുരങ്ങുകൾ, ഇവരൊക്കെ പല വെറൈറ്റിയുള്ള ഇലകൾ കഴിക്കുന്നവർ. അപ്പോൾ ചില ഇലകളിലൊക്കെ ടോക്സിനുകൾ കൂടുതലുണ്ടായിരിക്കും, കുറേയേറെ പോയിസണൊക്കെ അടങ്ങിയിട്ടുള്ള ഇലകളൊക്കെ ഉണ്ട്. ഈ ഇലകളുടെയൊക്കെ ടോക്സിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കുറേയേറെ ഈ സോൾട്ടും മിനറൽസും അടങ്ങിയ കുറേ മഡുകളൊക്കെ കഴിക്കാറുണ്ട്. ഇങ്ങനെ കാട്ടുപോത്തുകളും പോയിട്ട് ഈ മഡ് ഇങ്ങനെ കഴിക്കാറുണ്ട്. ഇത് മെയിനായിട്ട് അവരുടെ ദേഹത്തുള്ള ഈ ടോക്സിനെയൊക്കെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മഡ് പോയി കഴിക്കുന്നത്. ഇങ്ങനെയുള്ള മഡ് കൂടി കിടക്കുന്ന സ്ഥലത്ത് ഈ സോൾട്ട് ലിക്ക് എന്നാണ് സാധാരണ എല്ലാവരും പറയാറുള്ളത്. കാട്ടുപോത്തുകളെ ഏറ്റവും എളുപ്പത്തിൽ കാണാൻ പറ്റുന്ന കുറേയേറെ സ്ഥലങ്ങളുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിലെ പെരിയാർ ടൈഗർ റിസർവിൽ കാണാൻ പറ്റും, വയനാട് വൈൽഡ് ലൈഫ് സാഞ്ചുറിയിലുണ്ട്, പറമ്പിക്കുളത്തൊക്കെയാണ് എളുപ്പത്തിൽ കാണാൻ പറ്റുന്നത്. പിന്നെ കാണാൻ പറ്റുന്നത് നമ്മുടെ അയൽ സംസ്ഥാനമായ കർണാടകയിലെ ബന്ദിപ്പൂർ നാഗർഹോളയിലുണ്ട്, മധ്യപ്രദേശിലെ കൻഹാർ ടൈഗർ റിസർവ്, പിന്നെ മഹാരാഷ്ട്രയിലെ തഡോബയിലുണ്ട്, നല്ല പോപ്പുലേഷനുണ്ട്. സത്പുര ടൈഗർ റിസർവിൽ വളരെ നല്ല പോപ്പുലേഷനുണ്ട്. ഇതൊക്കെ പറഞ്ഞു വരുമ്പോഴത്തേക്കിനും ഒരുപക്ഷെ ഏറ്റവും അടുത്തും എളുപ്പത്തിലും കാണാൻ പറ്റുന്നത് ഒരുപക്ഷെ ഊട്ടിയിലോ കോട്ടഗിരിയിലോ കുണൂറിലോ അല്ലെങ്കിൽ കൊടൈക്കനാലിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ടൗണിൽ കൂടെ സിറ്റി കൂടെ ഇങ്ങനെ കാട്ടുപോത്തുകൾ ഇറങ്ങി നടക്കുന്ന കാണാൻ പറ്റും. ഇതിന് കാരണം എന്താണെന്ന് കുറേയേറെ ആൾക്കാർ ചോദിക്കാറുണ്ട്. ഈ സിറ്റിയിൽ എന്തുകൊണ്ടാണ് ഈ കാട്ടുപോത്തുകളെ കാണുന്നത്? അതിനൊരു പക്ഷേ 2 റീസൺസ് ആയിരിക്കും. ഈ കാട്ടുപോത്തുകളൊക്കെ കാട്ടിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കാട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമ്മുടെ ഈ കാട്ടിലൊക്കെ കുറേ സ്ഥലത്തായിട്ട് ഇപ്പം കൊങ്ങിണിപ്പൂവ് അല്ലെങ്കിൽ അരിപ്പൂ എന്ന് പറഞ്ഞാൽ ലൻറ്റാന ഇപ്പോൾ കണ്ടമാനമായിട്ട് വ്യാപിച്ചിട്ടുണ്ട്. ലൻറ്റാനയുടെ ഒരു പ്രത്യേകത, ആ മരത്തിന് കുറേയേറെ മുള്ളുകളുണ്ട്. അപ്പോൾ കാട്ടുപോത്തിന് ഇത് അത്ര വലിയ താല്പര്യമുള്ള ഒരു കാര്യമല്ല ഈ ലൻറ്റാന നിറഞ്ഞു നിൽക്കുന്ന കാട്ടിലൂടെ യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് അവർ കാട്ടിൽ നിന്ന് മാറി
ആ പ്ലാന്റേഷൻ്റെ അങ്ങോട്ട് മാറിയതായിരിക്കാം ഒരു റീസണായിട്ട് പറയേണ്ടത്. പിന്നെ രണ്ടാമത് ഇങ്ങനെ കാട്ടിൽ നിന്ന് മാറി പ്ലാന്റേഷൻ്റെ അടുത്ത് ഇപ്പം ചായത്തോട്ടങ്ങളും കാപ്പിത്തോട്ടങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്ന കാട്ടുപോത്തുകൾ ജനറേഷൻ വൈസ് അവർ ഹാബിച്വേറ്റഡ് ആവും. അപ്പോൾ ഒരു ജനറേഷൻ കഴിഞ്ഞ് അത് കുഞ്ഞുങ്ങളായി കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾ കണ്ടു വളരുന്ന അവിടെയുള്ള വണ്ടികളും റോഡുകളും ആൾക്കാർ നടന്നു പോകുന്നതൊക്കെ അപ്പോൾ അവരുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായി മാറും. അങ്ങനെ അവർ ജനറേഷൻ വൈസ് ഹാബിച്വേറ്റഡ് ആയിട്ടുള്ള കാട്ടുപോത്തുകളാണ് ഊട്ടിയിലും കൊടൈക്കനാലിലും അല്ലെങ്കിൽ കോട്ടഗിരിയിലും കുണ്ണൂരിലുമൊക്കെ നമ്മൾ കൂടുതലായിട്ട് കാണുന്നത്. മധ്യപ്രദേശിലെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ടൈഗർ റിസർവ് ഉണ്ട്, ബാന്ധവഗഡ് ടൈഗർ റിസർവ് എന്ന് പറഞ്ഞ സ്ഥലം. അവിടെ അറിയാം കുറേയേറെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർമാരൊക്കെ പോയിട്ട് കടുവയുടെയൊക്കെ ഫോട്ടോ എടുക്കാൻ ഏറ്റവും ബെസ്റ്റ് സ്ഥലങ്ങളിലൊന്നാണ്. പക്ഷേ അവിടെ 2011 വരെ കാട്ടുപോത്തുകൾ ലോക്കലി എക്സ്റ്റിൻഡ്, എനിക്കൊന്നൊരു 10-30 വർഷമായിട്ട് അവിടെ കാട്ടുപോത്തുകൾ ലോക്കലി എക്സ്റ്റിൻഡ് ആയി പോയിരുന്നു. ഒരു കാരണം പറയുന്നത് അവിടെ കടുവകളുടെ എണ്ണം കൂടിയിട്ട് കടുവകൾ പിടിച്ചിട്ടാണ് കാട്ടുപോത്തുകൾ അന്യം നിന്ന് പോയെന്ന് ഒരു വാർത്തയായിരുന്നു. അപ്പോൾ മധ്യപ്രദേശ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു കാട്ടുപോത്തുകളെ അടുത്തുള്ള ടൈഗർ റിസർവ് കൻഹ ടൈഗർ റിസർവ് ഓൾമോസ്റ്റ് എനിക്കൊന്ന് 200 കിലോമീറ്റർ ദൂരെയാണ്. അവിടുന്ന് കാട്ടുപോത്തുകളെ പിടിച്ചിട്ട് ബാന്ധവഗഡിലോട്ട് റീലൊക്കേറ്റ് ചെയ്യണമെന്ന് വളരെ വലിയൊരു ആഗ്രഹമായിരുന്നു. ആ സമയത്തായിരുന്നു മധ്യപ്രദേശിൽ താജ് സഫാരി എന്ന് പറഞ്ഞൊരു കമ്പനിയും ആഫ്രിക്കയിലുള്ള ആൻഡ് ബിയോണ്ട് എന്ന് പറഞ്ഞൊരു കമ്പനിയും കൊളാബറേറ്റ് ചെയ്തിട്ട് കുറേയേറെ 3-4 വൈൽഡ് ലൈഫ് ലോഡ്ജസ് അവിടെ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ അവിടെ പോയി ജോലി ചെയ്തിരുന്നു. താജ് സഫാരിയിൽ ഞാനൊരു നാച്ചുറലിസ്റ്റ് ആയിരുന്നു, 4 വർഷം അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അവരുടെ ഒരു ഡ്രീം പ്രോജക്റ്റായിട്ട് ഇവർ മധ്യപ്രദേശ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് കൻഹയിൽ നിന്ന് കാട്ടുപോത്തുകളെ ബാന്ധവഗഡിലോട്ട് എത്തിക്കാനായിട്ടൊരു ഗോർ ട്രാൻസ്ലൊക്കേഷൻ ഒരു പരിപാടി പ്ലാൻ ചെയ്തു. അപ്പം ഏഷ്യയിൽ തന്നെ ആദ്യത്തെയായിരുന്നു. കാരണം ഇത്രയും വലിയ ആയിട്ടുള്ളൊരു മൃഗത്തെ 10-20 എണ്ണത്തിനെ അവർ ഒരുമിച്ച് കൊണ്ട് 1-2 എണ്ണത്തിന് മാറ്റുന്ന പോലെയല്ല, 10-20 എണ്ണത്തിൻ്റെ ഒരു കൂട്ടത്തെ മൊത്തമായിട്ട് പിടിച്ചിട്ട് അവരൊരു അടുത്ത പാർക്കിലോട്ട് മാറ്റുന്നത്. അപ്പം ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാനവിടെ ജോയിൻ ചെയ്ത സമയത്ത് ഞാൻ 2007 അവിടെ മധ്യപ്രദേശിൽ ജോയിൻ ചെയ്തു താജ് സഫാരീസിൻ്റെ കൂടെ. ആ സമയത്ത് ഞങ്ങളുടെ ചീഫ് നാച്ചുറലിസ്റ്റായ ശരത് ചമ്പാത്തി എന്ന് പറഞ്ഞ ആളാണ് ഇതിന് മെയിനായിട്ട് ഈ ഐഡിയയൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ മധ്യപ്രദേശ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡായിട്ടിരുന്ന APCCF ആയിരുന്നു ആ സമയത്ത്, പാബ്ല സാബ് എന്ന് ഞങ്ങൾ വിളിക്കുന്ന HS പാബ്ല, അദ്ദേഹമായിരുന്നു ഇതിൻ്റെ മുഴുവൻ വിഷണറി ആയിട്ട് നിന്നത്. പിന്നെ ഞങ്ങളുടെ ടീമിലുണ്ടായിരുന്ന കാർത്തികേയ സിംഗ് എന്ന് പറഞ്ഞ്, അപ്പോൾ ഇവർ 3-4 പേര് നിന്നിട്ടാണ് ഇതിൻ്റെ മുഴുവൻ ബ്രെയിൻ സ്റ്റോമിങ് ചെയ്തിട്ട് ഈ കാട്ടുപോത്തിനെ എങ്ങനെ കൊണ്ടുവരാമെന്ന് ചിന്തിച്ചത്. അപ്പം അന്നൊക്കെ മധ്യപ്രദേശ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇത്ര നല്ല എക്സ്പെർട്ടീസ് ഒന്നുമില്ല. അപ്പം ഇവർ ഒരു കാര്യം ചെയ്തത്, താജ് സഫാരിയും ആൻഡ് ബിയോണ്ടൂടെ കൊളാബറേറ്റ് ചെയ്തത്. ആൻഡ് ബിയോണ്ട് എന്ന് പറഞ്ഞാൽ ആഫ്രിക്കയിലെ ഒരു വലിയൊരു കമ്പനിയാണ്, ടൂറിസം നടത്തുന്നത്. അതുപോലെ കുറേയേറെ പ്രൈവറ്റ് ഗെയിം റിസർവ്സ് ഒക്കെ ഉണ്ട്. അവർ സ്ഥിരമായിട്ട് റൈനോയെയും എലിഫൻറ്റിനെയും അവിടെയുള്ള കേപ്പ് ബഫലോ ഒക്കെ അവർ ഒരു പാർക്കിൽ നിന്ന് മറ്റൊരു പാർക്കിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാറുണ്ട്. അവർ വളരെ ഈസി ആയിട്ട് ചെയ്യാറുണ്ട്. അപ്പം 2008 ഇവിടുന്ന് മധ്യപ്രദേശിലെ കുറേ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഒഫീഷ്യൽസും ഇവിടുത്തെ ഫോറസ്റ്റ് വെറ്റിനറി ഓഫീസേഴ്സും ഒക്കെ ഇവർ ആഫ്രിക്കയിൽ പോയിട്ട് ഇത് കണ്ടു, എങ്ങനെയാണ് ഇവർ ട്രാൻസ്ലോക്കേറ്റ് ചെയ്യുന്നത്. ഇവർ ബഫലോ ഒക്കെ ട്രാൻസ്ലോക്കേറ്റ് ചെയ്ത് കാണിച്ചു കൊടുത്തു, റൈനോ എങ്ങനെ പിടിക്കാം. അപ്പോൾ ഇവർ തിരിച്ചു വന്നിട്ട് ബാന്ധവഗഡിൽ ആദ്യം ഇവരൊരു ബൊമ്മയുണ്ടാക്കി, വലിയൊരു ഈ അവിടുന്ന് ഗവർണറെ കൊണ്ടുവരുമ്പോഴത്തേക്കിന് പിടിച്ച് കുറേ ദിവസത്തേക്കിന് വെക്കാനുള്ള ബൊമ്മകളൊക്കെ ഉണ്ടാക്കി. അവിടുന്ന് വെറ്റിനറി ഡോക്ടേഴ്സ് വന്നിട്ട് ഇവിടെ ഒരു പരിശീലിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ 2011 ഇവരൊരു 19 കാട്ടുപോത്തിനെ ഇവർ പിടിച്ച് ട്രാങ്കുലൈസ് ചെയ്തിട്ട് തിരിച്ചിവിടെ കൊണ്ടുവന്നത്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, എൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എനിക്ക് ശരത് ചമ്പാത്തി അത് ഞങ്ങളുടെ ചീഫ് നാച്ചുറലിസ്റ്റ് ശരത്ത് തന്നു. അതൊക്കെ ഞാൻ ഈ വീഡിയോ കാണിക്കാം. ഇത് ഇവർ ആനപ്പുറത്ത് പോയിട്ടാണ് ഈ കാട്ടുപോത്തിനെ വെടിവെക്കുന്നത്. ഇപ്പോൾ കാട്ടുപോത്തിനെ ട്രാങ്കുലൈസ് ചെയ്യുന്ന സമയത്ത് അവർ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ആദ്യ കാട്ടുപോത്തിനെ വെടിവെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഈ കാട്ടുപോത്ത് ബോധം കെട്ടിയിട്ട് നേരെ പോയിട്ടൊരു കുഴിയിലോട്ടാണ് ചെന്ന് കുഴിയിലോട്ട് വീണ് കഴിഞ്ഞപ്പം ഇവർക്ക് അറിയത്തില്ല എന്ത് ചെയ്യണമെന്ന്. അപ്പോൾ ആനപ്പുറത്തിരുന്നത് ലെസ് കാർലൈൽ എന്ന് പറഞ്ഞ ആഫ്രിക്കയിലെ വളരെ എക്സ്പീരിയൻസ് ആയിട്ട് ഈ ബഫലോയൊക്കെ ട്രാൻസ്ലോക്കേറ്റ് ചെയ്ത അദ്ദേഹമായിരുന്നു. അദ്ദേഹം പെട്ടെന്ന് തന്നെ ആനപ്പുറത്തുനിന്ന് ചാടി എഴുന്നിട്ട് ഓടി ചെന്നിട്ട് ഈ കാട്ടുപോത്തിൻ്റെ കൊമ്പുകളെ പിടിച്ചിട്ട് നേരെ വെച്ചു. കാരണം ഇത് കാട്ടുപോത്ത് ഒരു സൈഡിലോട്ട് കാട്ടുപോത്തിൻ്റെ കഴുത്ത് ചെരിഞ്ഞ് 1-2 മിനിറ്റ് ഇരുന്ന ഉടൻ തന്നെ കാട്ടുപോത്ത് ചത്ത് വീഴാൻ സാധ്യതയുണ്ട്. കാരണം ഒരു കടുവയും പുലിയെ പോലെയല്ല, ഇതൊരു 4 അറയുള്ള ജീവിയാണ്, ചേമ്പറുള്ള. അതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ ഇത് ചോക്കായിട്ട് ചത്തുപോകാനുള്ള സാധ്യതയുണ്ട്. അവർ പെട്ടെന്ന് തന്നെ വന്നിട്ട് പിന്നെ അതിൻ്റെ കഴുത്തൊക്കെ നേരെ പിടിച്ചിട്ട് വെച്ചു. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കണം, ഇവർ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ആ സമയത്ത് തന്നെ ടാറ്റ മോട്ടോഴ്സൊക്കെയാണ് മധ്യപ്രദേശ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ 2-3 ട്രക്കൊക്കെ ഇവർ സ്പെഷ്യലി ഡിസൈൻ ചെയ്തിട്ട് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു 4 വീൽ ട്രക്കും അല്ലാത്തൊരു ട്രക്കും ഒക്കെ. അപ്പോൾ അവരിതിനെ ഈ ഗോറിനെ പിടിച്ചിട്ട് ട്രാങ്കുലൈസ് ചെയ്തിട്ട് ഈ വണ്ടിയെ കൊണ്ട് കയറ്റിയിട്ട് ഇവർ നേരെ ബാന്ധവഗഡിൽ കൊണ്ടിട്ട് അവിടെ ഉള്ളൊരു ബൊമ്മ അവർക്ക് ഈ ഗോറിനെ സൂക്ഷിക്കാൻ 1-2 മാസത്തേക്കിന് ഇതിനെ നിരീക്ഷിച്ചിട്ട് അതിനെ വെക്കാൻ പറ്റിയ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് റേഡിയോ കോളറൊക്കെ വെച്ചിട്ട് ഇവർ ട്രാങ്കുലൈസ് ചെയ്ത് അങ്ങോട്ട് മാറ്റി. അതൊരു വളരെ വലിയൊരു സക്സസ് സ്റ്റോറി ആയിരുന്നു. കാരണം
അവർക്ക് ഒരിക്കലും ആലോചിക്കാൻ പറ്റാത്ത ഒരു കാര്യമായിരുന്നു കാട്ടുപോത്തുകളെ ഒരിടത്തു നിന്ന് ഒരു പാർക്ക് ഇല്ലാത്ത സ്ഥലത്തു നിന്ന് ഒരു ഗ്രൂപ്പിനെ മൊത്തമായിട്ട് അവരിങ്ങോട്ട് ട്രാങ്കുലൈസ് ചെയ്ത് മാറ്റാൻ പറ്റും. ഇപ്പോൾ വേറെ കാര്യം അടുത്തിടയ്ക്ക് എനിക്ക് കഴിഞ്ഞ വർഷം തന്നെ അത് വേറെ ടൈഗർ റിസർവ് ഉണ്ട് മധ്യപ്രദേശിൽ, സഞ്ജയ് ടൈഗർ റിസർവ് എന്ന് പറഞ്ഞാൽ അവിടെയും ഇതുപോലെ കാട്ടുപോത്തുകൾ അന്യം നിന്ന് പോയിരുന്നു. അപ്പോൾ മധ്യപ്രദേശ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ പ്രാവശ്യം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വേറൊരു ആഫ്രിക്കൻ ആരുടെയും സഹായമൊന്നും കൂടാതെ ഇന്ത്യയിൽ നിന്നുള്ള വെറ്ററിനറി ഡോക്ടേഴ്സും ഇന്ത്യയിൽ നിന്നുള്ള ഫോറസ്റ്റ് ഒഫീഷ്യൽസും എല്ലാവരുടെ കൂടിയിട്ട് കൻഹ ടൈഗർ റിസർവിൽ നിന്നും പിന്നെ സത്പുര ടൈഗർ റിസർവിൽ നിന്നും 2 പോപ്പുലേഷൻ എടുത്തു. അപ്പം ജീൻ പൂൾ ഒന്നുകൂടെ സ്ട്രോങ്ങർ ആയിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് 2 ഇടത്തുനിന്നും കാട്ടുപോത്തിനെ പിടിച്ച് സഞ്ജയ് ടൈഗർ റിസർവിലോട്ട് മാറ്റി. അതിൻ്റെ ഒരു രസകരമായൊരു വീഡിയോ യൂട്യൂബിലുണ്ട്. ഗോർ റീലൊക്കേഷൻ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അവർ കുറേയേറെ സ്റ്റഡീസൊക്കെ ഇവർ നടത്തുന്നുണ്ട്. കാരണം ഇവർ പിടിക്കുന്ന ഈ കാട്ടുപോത്തുകൾക്ക് കുറേ രോഗങ്ങളൊക്കെ ഉള്ളതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. കാരണം കുളമ്പ് രോഗങ്ങളൊക്കെ ഉള്ള കാട്ടുപോത്തുകളെ നമ്മൾ വേറൊരിടത്തോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ പോപ്പുലേഷൻ മുഴുവൻ നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആദ്യം തന്നെ ഇവർ ഏത് കാട്ടുപോത്തിൻ്റെ ഗ്രൂപ്പിനെയാണ് പിടിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെയൊക്കെ ഡങ്ങൊക്കെ എടുത്തിട്ട് സ്റ്റഡിയൊക്കെ ചെയ്തിട്ട് അതിൻ്റെ രോഗങ്ങളൊന്നും ഇല്ലെന്നൊക്കെ മനസ്സിലാക്കിയിട്ടാണ് അവർ സക്സസ്ഫുള്ളായിട്ട് ഈ കാട്ടുപോത്തുകളൊക്കെ ഇപ്പോൾ അങ്ങോട്ട് മാറ്റി. അപ്പം അത് കഴിഞ്ഞപ്പോഴത്തേന് ഈ 2011 ഗോറിനെ അവർ മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്കാണ് മധ്യപ്രദേശ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു കാര്യം മനസ്സിലാക്കുന്നത്. അവർക്ക് വേറെ ജീവികളെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ലോക്കേറ്റ് ചെയ്ത് മാറ്റാൻ പറ്റും. ഒരു ബെറ്റർ ജീൻ പൂളിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ബാരാസിംഗ, ഇപ്പം ഒരു മാനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, പറ്റുമെങ്കിൽ അത് പോയി കാണുക. ആ ബാരാസിംഗയൊക്കെ അവർ കൻഹ ടൈഗർ റിസർവിൽ നിന്ന് സത്പുരയിലോട്ടൊക്കെ അവർ മാറ്റി, ഇപ്പോൾ അടുത്തിടയ്ക്ക് ബാന്തഗോഡിലോട്ടൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു മെയിനായിട്ട് സ്റ്റാർട്ട് ചെയ്ത് ഈ 2011 അവർ ഈ ഗോറിൻ്റെ ട്രാൻസ്ലൊക്കേഷൻ നടത്തിയായിരുന്നു. ഇപ്പോൾ അതൊരു സക്സസ്ഫുൾ ആണ്. ബാന്തഗോഡിൽ ഇപ്പോൾ ഏകദേശം 500-ലധികം കാട്ടുപോത്തുകളുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. ആദ്യം കൊണ്ടൊരു 19 എണ്ണമായിരുന്നു. 19 എണ്ണത്തിൽ നിന്ന് പിന്നെ ഒരു 50 എണ്ണം കൂടെ പിന്നീട് അവർ മാറ്റി. ഇപ്പോൾ അതിൻ്റെ എണ്ണം പെരുകിയിട്ട് 500-ലധികം ഉണ്ട്. അതൊരു വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു സ്റ്റോറിയായിരുന്നു ആ ഗോർ ട്രാൻസ്ലൊക്കേഷൻ. ഇനി കാട്ടുപോത്തിൻ്റെ മെയിൻ പ്രിഡേറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് കാട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ കടുവയാണ് മെയിനായിട്ടുള്ളത്. കാരണം കടുവകളാണ് വലിയ കാട്ടുപോത്തിനെ പിടിക്കാൻ പറ്റുള്ളൂ. സാധാരണ കടുവകൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ പുറകിൽ നിന്ന് കാട്ടുപോത്തിനെ അറ്റാക്ക് ചെയ്തിട്ട് അതിൻ്റെ പിൻതുടയുടെ ഹാംസ്ട്രിങ് ബ്രേക്ക് ചെയ്തിട്ടാണ് ഇവരെ താഴെ വീഴ്ത്തിക്കുന്നത്. ഞാൻ കൻഹ ടൈഗർ റിസർവിൽ ജോലി ചെയ്യുമ്പോഴത്തേക്കിന് എനിക്കൊരു ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടുണ്ട്. വലിയൊരു കാട്ടുപോത്തിനെ കൊന്നിട്ട് തിന്നുന്ന ഒരു കടുവയുടെ ഫോട്ടോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അത് ആ കടുവയ്ക്കുണ്ടൊരു പ്രത്യേകത. കാട്ടുപോത്തിനെ കുറിച്ച് പറയുമ്പോൾ ആ കടുവയെക്കുറിച്ചും പറയണം. അത് T17 അല്ലെങ്കിൽ മുന്ന എന്ന് പറഞ്ഞൊരു ഫേമസ് ആയിട്ടുള്ളൊരു കടുവയായിരുന്നു. ആ കടുവയുടെ ലോകത്തെ ഒരു കടുവയായിരുന്നു ആ സമയത്ത്. അതിൻ്റെ ഫോർഹെഡിൽ ഇങ്ങനെ നെറ്റിക്ക് C80 എന്ന് മാർക്കിംഗ് ഉള്ള ഒരു കടുവ. C80യുടെ തൊട്ട് താഴെ PM എന്നും പറഞ്ഞൊരു മാർക്കിംഗ്, ഒരു നാച്ചുറലായിട്ടുള്ള മാർക്കിംഗ് ആയിരുന്നു. അപ്പം അവനൊരു ക്യാറ്റുമാണ്, പൂച്ചയാണ്, അവനൊരു പ്രൈം മിനിസ്റ്റർ, PM എന്നുള്ളൊരു പ്രൈം മിനിസ്റ്റർ എന്നുള്ളൊരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കടുവയായിരുന്നു. നിങ്ങൾ ഗൂഗിൾ അടിച്ച് നോക്കി കഴിഞ്ഞാൽ മുന്ന ടൈഗർ എന്ന് അടിച്ച് നോക്കി കഴിഞ്ഞാൽ ഇത് കാണാൻ പറ്റും. അപ്പോൾ കടുവകൾ കാട്ടുപോത്തിനെ പിടിക്കാറുണ്ട്. പിന്നെ പുലികൾ കാട്ടുപോത്തിൻ്റെ കുഞ്ഞുങ്ങളെ പിടിക്കാറുണ്ട്. കാട്ടുപട്ടികൾ അല്ലെങ്കിൽ വൈൽഡ് ഡോഗ് അല്ലെങ്കിൽ ധോളുകൾ കാട്ടുപോത്തിൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ പിടിക്കാറുണ്ട്. പക്ഷേ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കാട്ടുപോത്തുകൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറഞ്ഞാൽ കുറേയേറെ രോഗങ്ങളാണ്. ഇപ്പം 60-കളിലും 70-കളിലൊക്കെ നമുക്ക് ഇന്ത്യയിൽ മൊത്തം വ്യാപിച്ചിരുന്നൊരു രോഗമുണ്ട്, റിൻഡർപെസ്റ്റ് എന്ന് പറഞ്ഞൊരു രോഗം, അല്ലെങ്കിൽ കാലിവസന്ത. അത് ഏകദേശം ഒരു 50%, 50-ലധികം കാട്ടുപോത്തുകളെ കൊന്നൊടുക്കിയിരുന്നു. അതിപ്പം കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാക്കിയിട്ടുണ്ട് ഇന്ത്യയിൽ നിന്ന്. ഇപ്പം വേറൊരു രോഗം എന്ന് പറയുന്നത് ഫുട്ട് ആൻഡ് മൗത്ത് ഡിസീസാണ്. അത് കുളമ്പ് രോഗം എന്ന് പറയും. അത് കാട്ടുപോത്തുകളിലൊക്കെ കണ്ടമാനം വ്യാപിക്കുന്നുണ്ട്. ഇതെങ്ങനെ എത്തിപ്പെടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാട്ടിലുള്ള കാട്ടുപോത്തുകളും നാട്ടിലുള്ള ഈ കാടിൻ്റെ എഡ്ജിലുള്ള പശുക്കളും കന്നുകാലികളും ഒക്കെ ഇടയ്ക്ക് തീറ്റ തേടാനായിട്ട് കാട്ടിലോട്ട് കയറാറുണ്ട്. കാട്ടിലോട്ട് കയറുന്ന സമയത്ത് അവർ കാട്ടുപോത്തുമായിട്ട് ഇടപഴകിയിട്ട് ഈ കുളമ്പ് രോഗം ഈ കാട്ടുപോത്തിലോട്ട് വരികയും അങ്ങനെ കുളമ്പ് രോഗം വന്ന് കുറേയേറെ കാട്ടുപോത്തുകൾ ഇപ്പം ചത്തുപോകുന്നുണ്ട്. ഞാൻ കുറേ പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പത്രത്തിൽ വായിക്കാറുണ്ട്, വയനാട്ടിലെ മുത്തങ്ങയിൽ കാട്ടുപോത്തുകളും നാട്ടിലെ പോത്തുകളും അല്ല പശുക്കളൊക്കെ ഒരുമിച്ച് നിൽക്കുന്നതും. ഇത് ഞാൻ മധ്യപ്രദേശിലെ കൻഹ ടൈഗർ റിസർവിലും പെഞ്ചിലും സത്പുരയിൽ നിന്നൊക്കെ ഇതിൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. കാടിൻ്റെ അകത്ത് ഈ നമ്മുടെ നാട്ടിലെ പശുക്കളും പോത്തുകളൊക്കെ ഒരുമിച്ച് കാട്ടുപോത്തുകളുമായിട്ട് നിന്ന് അവർ ഈ ഭക്ഷണം കഴിക്കുന്ന പുല്ല് തിന്നുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെയാണ് ഇവർക്ക് കൂടുതലായിട്ട് ഈ രോഗം ബാധിക്കുന്നത്. അപ്പോൾ ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള എല്ലാ ടൈഗർ റിസർവിൻ്റെയും വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലെയും എഡ്ജസിലുള്ള എല്ലാ വില്ലേജിലെയും കന്നുകാലികൾ, പ്രത്യേകിച്ച് പോത്തുകളും പശുക്കളും ഒക്കെ വാക്സിനേഷൻ ചെയ്യണം. ഈ കുളമ്പ് രോഗത്തിനെതിരെ വാക്സിനേഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കാട്ടുപോത്തുകളെ നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കും. അപ്പം ഇതായിരുന്നു ഇന്നത്തെ കാട്ടുപോത്തുകളെക്കുറിച്ചുള്ള കഥകളും വിശേഷങ്ങളും. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനിയും ഇങ്ങനെയുള്ള കഥകളുമായിട്ട് ഇനിയും വരുന്നതായിരിക്കും. കീപ് വാച്ചിങ്. താങ്ക് യു സോ മച്ച്.